പ്രശാന്തേട്ടാ, കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എവിടെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുണ്ടോ അവരെ പിടികൂടുക എന്നത്. ആദ്യം ഡൽഹിയിലുണ്ടായിരുന്നു, ഇപ്പോൾ അത് തമിഴ്നാട് വരെ എത്തി നിൽക്കുകയാണ്. ഇനി അവർക്ക് ഇന്ത്യയിൽ സ്വസ്ഥമായി അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതണ്ടല്ലേ? അല്ല, ഈ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു കയറിയിട്ടുള്ളവരെ ബംഗ്ലാദേശിലെ പുതിയ ഭരണമാറ്റത്തിന് ശേഷം അല്ലെങ്കിൽ ഹസീനയെ പുറത്താക്കിയതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബംഗ്ലാദേശികൾ വളരെ കൂടുതലായിട്ടുണ്ട്. 2016 തന്നെ ഇവിടെ ഈ 2 കോടി പുറത്ത് ബംഗ്ലാദേശിൽ ഔദ്യോഗികമായിട്ട് നമ്മുടെ പല ഭാഗങ്ങളിലും കുടിയേറിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവിടുന്ന് നമ്മുടെ പല ഭാഗങ്ങളുമായിട്ട് കുടിയേറ്റക്കാരായിട്ട് താമസിക്കുന്നതായിട്ട് റെക്കോർഡുള്ള. പക്ഷേ ഇപ്പം അതിനകത്തൊക്കെ വളരെ കൂടുതലായിട്ടുണ്ട്. നമ്മളീ പറയുമ്പം ബംഗ്ലാദേശികൾ എന്ന് പറയുന്ന ആൾക്കാർ ഈ ബംഗാളുമായിട്ട് വളരെ ബന്ധമുള്ള, കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകുന്നതിനോ അല്ലെങ്കിൽ ഒരേ സമാനമായിട്ടുള്ള, പണ്ടൊക്കെ ഈ 71 മുമ്പ് ഇത് ഒരേപോലെ കിടന്നിട്ടുള്ള ഒരു രീതിയും ആ രീതിയിലേക്ക് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ ഇവിടെയും ഇവരുടെ ബന്ധുക്കൾ അവിടെയൊക്കെ ഉള്ളതായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഹസീനയുമായിട്ടുള്ളൊരു ബന്ധം വെച്ചിട്ട് ഈ പറഞ്ഞതായിട്ട് ബംഗ്ലാദേശികളെ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിന് പലവട്ടം ഗവൺമെൻറ് അതിന് കൃത്യമായ ഒരു നിലപാടെടുത്തിട്ടില്ല. ഇപ്പം പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആദ്യം ഡൽഹിയിൽ അതിനുള്ള നിലപാട്, കാരണം ഡൽഹിയിൽ ആ നിലപാടെടുക്കുന്നതിന് കാരണം ഡൽഹി എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ പ്രദേശമാണ്. അപ്പം ഈ ബംഗ്ലാദേശിൽ ഇപ്പം നിരന്തരമായിട്ട് ഹസീന മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ തീവ്ര ഗ്രൂപ്പുകളെല്ലാം നമ്മൾക്കെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുന്ന് ഇവിടെ കയറാൻ സാധ്യതയുള്ളതിനകത്ത് കൊള്ളക്കാരുണ്ടാവും, നിവൃത്തികേട് കൊണ്ട് കയറിയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ കയറി നിൽക്കുന്ന ഭീകരവാദികൾ അവസരത്തിനൊത്ത് അവിടുത്തെ ഭീകരർ നമ്മളെ ആക്രമിക്കാൻ പറയുമ്പോൾ ഇവിടെ നിന്ന് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പല സ്വഭാവത്തിലുള്ളവരുണ്ട്, നമുക്കറിയാൻ പറ്റത്തില്ല ആരൊക്കെയാണ്. ഇപ്പോൾ പലവട്ടം കേരളത്തിൽ നിന്ന് തന്നെ പലരെയും പിടിച്ചിട്ടുണ്ട്, വലിയ ക്രിമിനൽസിനെ പിടിച്ചേക്കുന്നു, വലിയ ഭീകരവാദികളെ പിടിച്ചേക്കുന്നു. നമ്മളവർ നോക്കുമ്പോൾ നേരത്തെ ബംഗ്ലാദേശിൽ നിന്നുള്ള കാസർഗോഡ് ഒരു മാസം മുൻപ് കാസർഗോഡുള്ള ഒരു ഭീകരവാദിയെ പിടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ബംഗാൾ സ്വദേശിയാണ്. പക്ഷേ കൂടുതൽ അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം ബംഗ്ലാദേശിയാണ്. അപ്പം ഈ രീതിയിൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം പല ഭീകരന്മാരും ബംഗ്ലാദേശിൽ നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട്. ആ ഭീകരന്മാർ ഇവിടെ ഹോൾഡ് ആവുന്നുണ്ട്. കാരണം ഇവിടെ ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്ക് ബംഗാളിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് താമസിക്കാൻ പറ്റും. അപ്പം ഇനി അത് നിസ്സാരമായിട്ട് കണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയും അല്ലെങ്കിൽ മറ്റ് നമ്മൾ സംശയിക്കുന്ന ചില രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഒരു പുതിയ രാജ്യം ഉരുത്തിരിച്ചിരിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ആക്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ അവരുടെ ഭരണത്തിൻ്റെ കൂടെ തന്നെ അവിടെ ഹിന്ദുക്കളെ ആക്രമിക്കുക, രണ്ടാമത്തെ ഒക്കുമെങ്കിൽ ഇന്ത്യയിൽ കയറി ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുക, ഇതിനു വേണ്ടി ഉരുത്തിരിച്ചതുപോലെ തോന്നുന്നു. കാരണം നിരന്തരം ചുമ്മാതെ അവർക്ക് ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും ഗുണം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായാലും നമ്മളവരുടെ പട്ടാളത്തിന് ട്രെയിനിങ് കൊടുക്കുന്നതിനായാലും അവിടുത്തെ ആഭ്യന്തര വിഷയത്തിനകത്ത് പൈസ എന്താവശ്യം വന്നാലും സഹായിക്കുന്ന ഒരു വിഷയം, എല്ലാ രീതിയിലും അതുപോലെ പോലീസിനെയും പട്ടാളത്തിനെയും എല്ലാം ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതിനും അതുപോലെ അവിടുത്തെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ കൊല്ലവും കോടിക്കണക്കിന് രൂപ ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെ ഇതെല്ലാം മേടിച്ചുകൊണ്ട് ഇപ്പോഴും അരിയില്ലാത്തപ്പോൾ നമ്മുടെ അരി ചോദിക്കുകയും ആവശ്യങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ആക്രമിക്കണമെന്ന് പറയുന്ന നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ശബ്ദമാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. അപ്പം അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഇവിടെ കയറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി അത് നിസ്സാരമായിട്ട് കണ്ട് പോരക്കത്തില്ല. അതുകൊണ്ടാണ് ഡൽഹിയിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ കൃത്യമായ തീരുമാനം. ഇപ്പം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അപ്പം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ പറയുന്ന ഈ കർണാടക, ഈ ഒക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു തിരുപ്പൂർ, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് റെയ്ഡായിരുന്നു. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് തമിഴ്നാട്ടിലെ മാത്രം റിപ്പോർട്ട് വരുന്ന ഇവിടെ നിന്ന് 32 പേരെ രാവിലെ തന്നെ പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള റെയ്ഡ് നടന്നു. അപ്പോൾ കേരളത്തിൽ ഇതുവരെ അതിനെപ്പറ്റി അറിവൊന്നുമില്ല. ഇവിടെ ഈ വിദേശ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ വളരെ കൂടുതൽ കാണും. കാരണം ബംഗാളി തൊഴിലാളികളെന്ന് പെരുമ്പാവൂരും മറ്റേ എറണാകുളത്തും മറ്റിടത്ത് മറിച്ചിടത്ത് പെരുമ്പാവൂരിൽ നിന്ന് തന്നെ പല ഘട്ടങ്ങളിൽ പല ക്രിമിനൽസിനെയും പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നക്സലൈറ്റുകളെ പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് കാണും. മാത്രമല്ല ഇവിടാണ് ഇതിന് ഏറ്റവും കൂടുതൽ ശല്യമില്ലാതെ കഴിയാൻ പറ്റുന്ന ആൾക്കാർ കഴിയാൻ പറ്റുന്ന അവസ്ഥ. ഇതുപോലെ ഈ സ്ലീപ്പർ സെല്ലുകളുണ്ടല്ലോ, ATP എന്ന് പറയുന്നതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയാണ്. അത് വളരെ വ്യാപകമായിട്ട് ഇന്ത്യയിൽ ഉടനീളമുണ്ടെന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വളരെ കൃത്യമായ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രഹസ്യമായിട്ടാണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് ഇത് കാടളക്കെല്ലാം പിടിക്കുകയും അവരെല്ലാം ജയിലിലാക്കുകയും കുറേശ്ശെ ആൾക്കാരെ വിടുകയൊക്കെ ചെയ്യുന്നു. വളരെ ദീർഘമായിട്ട് കുറേ നാൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. NIA ആണ് റെയ്ഡിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ പോലീസുണ്ട്. NIA റെയ്ഡിന് നേതൃത്വം കൊടുക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. NIA റെയ്ഡിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ റെയ്ഡ് വല്ല പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാൽ പോരെ.
അല്ല രേഖകൾ പരിശോധിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അവരെ നമ്മൾ ഈ പറയുന്ന പോലെ അഭയാർത്ഥികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ പിടിക്കുന്നതിന് വേണ്ടി പ്രത്യേക ക്യാമ്പുകൾ ഇറക്കോട്ട് NIA അതിനകത്ത് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ATP എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിലുടനീളം ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകര സംഘടന ഇന്ത്യയിലുടനീളം ഓരോ പ്രദേശങ്ങളും അവർക്ക് ഒക്കുന്നിടത്തെല്ലാം സ്ഥാപിതമായിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ടുള്ള രഹസ്യാന്വേഷണമാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരാഹ്വാനത്തിന് അനുസരിച്ച് ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പൊട്ടിത്തെറികൾ നടത്താൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകൾ കൈയടക്കുന്നതിനും അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇന്ത്യയിൽ ആഭ്യന്തര കലം ഉണ്ടാക്കുന്നതിനും അതുപോലെ ഈ ബംഗ്ലാദേശികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി അല്ലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ചേരികൾ അത് ഡൽഹിയിലായാലും കൊള്ളാം, പശ്ചിമ ബംഗാളിലായാലും കൊള്ളാം, ആസാമിലായാലും കൊള്ളാം. ഡൽഹിയിലെ ഏറ്റവും പുതിയ വിവരം അവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ, അവിടെ വോട്ടർ പട്ടികയിൽ ഈ ബംഗ്ലാദേശികളുടെ പേരുകൾ സജീവമായി ഉണ്ടെന്നാണ് ഇപ്പോൾ BJPയുടെ വോട്ട് ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ചേരികളിൽ താമസിക്കുന്നവരാണ് ഈ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വേറെ മതത്തിൻ്റെ ജാഥകൾ വരുമ്പോൾ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി അതുപോലെ ഈ അവിടോട്ടൊക്കെയുള്ള ദുർഗാപൂജ അതുപോലെ ഈ ഗണപതിയുടെ ഒരു ഗണേശോത്സവം കൃത്യമായിട്ട് അവർ ഉപദ്രവം ഉണ്ടാക്കിയിട്ട് കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭാലിൽ നടന്ന വിഷയം അറിയാലോ. സംഭാലിൽ നടന്ന വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പരിശോധിക്കുമ്പം വന്നവരെ പിന്നെ കാണാൻ പറ്റുന്നില്ല, അപരിചിതരാണ്. അതുപോലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു വിഷയം സംബന്ധിച്ച് മുനിസിപ്പൽ ഓഫീസർമാരെ വളരെ കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ 100-300 പേര് വന്ന് ആക്രമിക്കുന്നു. അവരെ പരിശോധിച്ച് ഇവരെല്ലാം ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശികളാണ്. ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളല്ല, ബംഗ്ലാദേശികൾ അതുപോലെ മ്യാൻമറിൽ നിന്ന് വന്നവർ ഇവർ കൂട്ടമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഇന്ത്യയെ ആക്രമിക്കാൻ താല്പര്യമുണ്ട്. ഇവർക്ക് വലിയ വിവരമൊന്നും ഇല്ലല്ലോ. ഇവരെ ഉരുത്തിരിച്ച് വെച്ചേക്കുന്നവരടുത്ത് പറഞ്ഞേക്കുന്ന ആക്രമിച്ചു. അവർക്ക് ഈ നിയമസംഹിതയെ പറ്റി അല്ലെങ്കിൽ വേറൊന്നുമില്ല, ജാതി മാത്രം അല്ലെങ്കിൽ മതവികാരം മാത്രം കുത്തിവെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ പറഞ്ഞതുപോലെ വോട്ട് ജിഹാദിന് അത് പശ്ചിമ ബംഗാളിൽ വളരെ കൂടുതലായിട്ട് അങ്ങനെ സംഭവിച്ചു. ഓരോ അവിടുന്ന് ആൾക്കാരെ കയറ്റി, ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരെ കയറ്റി ഇവരെ കൊണ്ടുവരുന്നതിന് ചെറിയ ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവരെ ഈ പറഞ്ഞതുപോലെ പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക, തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക, ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓരോ നിയോജക മണ്ഡലത്തിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുക. അപ്പം ആ നിയോജകമണ്ഡലത്തിൽ വോട്ട് അല്ലെങ്കിൽ 10,000-15,000 വീട് വീതം ആകുമ്പം ആരാണ് ഇതിനു വേണ്ടി തയ്യാറാവുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ CPM ആയിരുന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇവരാണ് അതിന് മുൻകൈ എടുത്ത് നിൽക്കുന്നത്. ആരാ ഇവരുടെ ഭാഗമായിട്ടാണ് ഇപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ഇവരെ വളരെ കൃത്യമായിട്ട് ഗുണ്ടായുസത്തിന് ഉപയോഗിക്കുക. ഇവരെ സാധാരണ നിൽക്കുന്നവരെ ബലാത്സംഗം മറ്റ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് വളരെ കൃത്യമായിട്ട് ഇടപെടും. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവരെ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിൽ മ്യാൻമറിൽ നിന്ന് ഇവിടെ കടന്നു കയറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ കടന്നു കയറുന്ന തീവ്ര അല്ലെങ്കിൽ ഭീകര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്നായാലും മ്യാൻമറിൽ നിന്നൊക്കെയുള്ള ആയാലും ഇവർ കടന്നു കയറുമ്പോൾ ഒരു കൂട്ടമായിട്ട് വരുന്നത്. പക്ഷേ ഈ വളരെ പെട്ടെന്ന് തന്നെ ആ കൂട്ടം ഒരിടത്തല്ല ഹോൾഡ് ചെയ്യുന്നത് നിൽക്കുന്നത്. അവർക്കിപ്പോൾ ഇന്ത്യയിലെ മൊത്തം നഗരങ്ങളിലൊന്നും ഓടിയെത്താൻ പറ്റത്തില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവരെ പല നഗരങ്ങളിലേക്ക് സ്ഥാപിക്കുന്ന പോലെ നമുക്ക് ആരോ ഇതിൻ്റെ പുറകിൽ നിന്ന് സ്ഥാപിക്കുന്നു. ഡൽഹിയിൽ കുറേ പേര് 10,000 പേര്, ആന്ധ്രയിൽ കുറേ 10,000 പേര്, അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട്ടിൽ കുറേ 10,000 പേര്, അങ്ങനെ പ്രദേശങ്ങൾ. ചില സംസ്ഥാനങ്ങളിൽ ഓരോ ആസാമിൽ അങ്ങനെ ഒരു വിഷയം വന്നില്ല. ഓരോ ഈ പറയുന്ന നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഓരോ അതായത് വോട്ടിന് വേണ്ടി പോലും ഇന്ത്യയിലെ അകത്ത് ഭരണം പിടിക്കുന്നതിന് ഭീകര സംഘടനകളും അല്ലെങ്കിൽ ചില താല്പര്യങ്ങളുള്ള ആൾക്കാരും ഈ ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെ ആളുകളെ ഇവിടെ വോട്ട് ജിഹാദ് പോലും നടന്നിട്ട് ആരോപണം. അല്ല, ഇതൊരു ചെറിയ സംഭവമല്ല. അപ്പോൾ ഈ സംഘടിതമായി നടക്കുന്നതാണല്ലേ ഇത്തരം പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും അത് സംഘടിതമായി നടക്കുന്നതാണ്. അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ആഭ്യന്തര പ്രശ്നമായതുകൊണ്ട് വെളിയിൽ പറയാൻ പറ്റുന്നില്ല. സംഘടിതമായിട്ട് നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ വളർച്ച വളരെ വലുതായിട്ട് ഇവിടുത്തെ രഹസ്യാന്വേഷണത്തിന് കിട്ടിയോണ്ടാണ് ബംഗ്ലാദേശ് പൗരന്മാരെ തിരയുന്നതിന് പോലീസ് സംവിധാനം വളരെ കൃത്യമായിട്ടുള്ളപ്പം അത് തിരയുന്നതിന് ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ അതിൻ്റെ കൂടെ NIA കൂടെ തന്നെ നിൽക്കുന്നത്. NIA അവരെ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ അവരെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് NIAയുടെ ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ NIA തിരയുന്ന കൊടും ഭീകരന്മാർ പലരും ഇവിടെ ഉണ്ട്. അതുപോലെ സ്ലീപ്പർ സെല്ലുകൾ വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശികളെ നുള്ളിപ്പറക്കി എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. കാരണം ഇപ്പം നമുക്ക് ബംഗ്ലാദേശോട് ബാധ്യതയില്ല. കാരണം അവരെ ഇവിടെ നിർത്തി ഇനിയുടെ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമായിട്ട് മാറ്റാൻ പറ്റും. കാരണം പാകിസ്ഥാനിൽ നമുക്ക് കാശ്മീർ പോലെ കയറുന്ന നുഴഞ്ഞു കയറ്റക്കാരെ നമുക്ക് അറിയാൻ പറ്റും. അവിടെ വെച്ച് ക്രാഷ് ഉണ്ടാവും. ഇതിപ്പോൾ ഇതിനകത്ത് നിൽക്കുക ശ്രീത്തെ. ഇതിനകത്ത് നിൽക്കുന്ന ആ സംഭവം എന്ന് പറഞ്ഞാൽ ഇല്ല ഇറാനിലുമൊക്കെ സംഭവിച്ച പോലെ ആവശ്യമുള്ളപ്പോൾ ഇവർ ഈ സ്ലീപ്പർ സെൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അതുപോലെ അവരെ ഒരിക്കലും പ്രതികരിക്കത്തില്ല. ഏറ്റവും അവസാനം ഏറ്റവും ആവശ്യമായ ഒരു സമയം വരുമ്പോഴായിരിക്കും ഇത് തിരിച്ചറിയുന്നത്. അതാണ് സ്ലീപ്പർ സെൽ എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കും.
ഉറങ്ങി അതേ രീതിയാണ്. കാരണം ഇവരുടെ കാര്യങ്ങൾ അവർക്ക് ഈ പ്രധാനപ്പെട്ടിടത്തുനിന്ന് ചില നിർദ്ദേശങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ അവർ ആർക്കും അറിയാൻ പറ്റത്തില്ല. വലിയ തന്ത്രപ്രധാനം. അപ്പം അങ്ങനത്തെ സ്ലീപ്പർ സെല്ലുകൾ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ATP എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഇവിടെ വ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം. കാരണം ഈ ബംഗ്ലാദേശിനെ ഈ രീതിയിൽ ഉരുത്തിരിക്കുന്നതിന് വളരെ കാലമായിട്ടൊരു പ്രയത്നം നടക്കുന്നുണ്ട്. അത്രയും കാലത്തിൻ്റെ പഴക്കം കാണും ഇവിടെ ഈ ആൾക്കാരെ കയറ്റിയതിനകത്ത്. അത്രയും കാലത്തിൻ്റെ പഴക്കത്തിൽ ഇവിടെ അവരുടെ വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പം അത് നാളെ കാലത്ത് നമുക്ക് ഗുണമുണ്ടാകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ നിലപാടുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ആ നിലപാട് ഒരുപക്ഷെ കേരളത്തിൽ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളതും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പം ഈ പറയുന്ന പോലെ ഭീകരവാദികൾ വളരെ കൂടുതലായിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് കൃത്യമായ നിലപാടെടുക്കുന്നതായിരിക്കും കേരള ഗവൺമെന്റിനും ഇന്ത്യ മഹാരാജ്യത്തിനും നല്ലത്. പുറത്തുനിന്ന് ആള് വന്ന് ആണല്ലോ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചത് ആസാമിൽ നിന്നുള്ള പോലീസായിരുന്നു. അപ്പൊ അത്തരത്തിൽ ആളുകൾ വന്നെങ്കിലും പിടിക്കട്ടെ എന്ന് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.